ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഫോണിലൊക്കെ കണ്ടുവരുന്ന ഗൂഗിൾ നിയർ ബൈ ഷെയർ എന്നൊരു സംഭവമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നേരെ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ നിയർ ബൈ ഷെയർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എക്സെൻഡർ വഴിയോ അല്ലെങ്കിൽ ഫയൽസ് ബൈ ഗൂഗിളൊക്കെ വഴി നമ്മൾ സാധാരണ ഫയൽസും ഇമേജസ് ഓഡിയോസും ഫയൽസൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ടാവും. അതുപോലെ ഒരു ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നിയർ ബൈ ഷെയർ എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഐഫോണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എയർ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് ഈ നിയർ ബൈ ഷെയർ എന്നുള്ളത്. ഒരു ആൻഡ്രോയിഡ് ഫോൺ അടുത്തൊരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് നിങ്ങൾക്ക് ഈ നിയർ ബൈ ഷെയർ ഉപയോഗിച്ചിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഐഫോണിൽ നിങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട. അതിൽ തന്നെ എയർ ഡ്രോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധാരണ വൈഫൈയും ബ്ലൂടൂത്ത് ഒക്കെ എനാബിൾ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു എയർ ഡ്രോപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു നിയർ ബൈ ഷെയറും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. നമ്മൾ സാധാരണ വൈഫൈയും ബ്ലൂടൂത്ത് ഒക്കെ എനാബിൾ ചെയ്യുന്ന പോലെ നിയർ ബൈ ഷെയർ എന്നൊരു സംഭവം ആവശ്യം എനാബിൾ ചെയ്ത് കൊടുത്തിട്ട് മറ്റേ ഫോണിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നിയർ ബൈ ഷെയർ ചില ഫോണിലേക്ക് സപ്പോർട്ട് ഇല്ല. ചില പഴയ ഫോണിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു നിയർ ബൈ ഷെയർ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു നിയർ ബൈ ഷെയർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിൽ ആൻഡ്രോയിഡ് 6 അതിന് മുകളിലോ ആയിരിക്കണം. ആൻഡ്രോയിഡ് 5 4 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. ആൻഡ്രോയിഡ് 6 അതിന് മുകളിലോ ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ആൻഡ്രോയിഡ് വെർഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് പോകാം. സെറ്റിംഗ്സ് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഇന്റർഫേസ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ സെറ്റിംഗ്സിൽ നിങ്ങൾ എബൌട്ട് ഫോൺ എന്ന സംഭവം കാണാൻ കഴിയും. അപ്പോൾ അത് ചിലപ്പോൾ മുകളിലാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ താഴെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി എബൌട്ട് ഫോൺ എന്ന്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ സംഭവം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എബൌട്ട് ഫോൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഇന്റർഫേസ് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വേർഷൻ എന്നൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ 6 അതിന് മുകളിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിയർ ബൈ ഷെയർ സപ്പോർട്ടാണ്. 6 7 8 9 10 11 12 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഈ ഒരു നിയർ ബൈ ഷെയർ നിങ്ങൾക്ക് ഫോണിൽ സപ്പോർട്ടാണ്. എല്ലാം നിങ്ങളുടെ ഫോണിൽ 5 4 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിയർ ബൈ ഷെയർ നിങ്ങൾ സപ്പോർട്ടല്ല. അപ്പോൾ ഒരു പഴയ ഫോണുകളൊക്കെയാണ് ഈ ആൻഡ്രോയിഡ് 5 4 ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിലൊക്കെ ആൻഡ്രോയിഡ് 6 അതിന് മുകളിലൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇഷ്ടം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിയർ ബൈ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നേരെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ഡിവൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് റെഡ്മി 9 ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ്. ഇതെന്ന് പറയുന്നത് നോക്കിയ 6.2 അതും ആൻഡ്രോയിഡ് വേർഷൻ 10 തന്നെയാണ്. രണ്ടിലും നിയർ ബൈ ഷെയർ സപ്പോർട്ടാണ്. ഞാനിപ്പോൾ അതിലുള്ള ഫയൽ റെഡ്മി 9 ഫയൽ ഇപ്പോൾ നോക്കിയയിലേക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ ആണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ആപ്ലിക്കേഷനോ വീഡിയോസോ ഫയൽസോ എന്ത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് ആ ഒരു സെൻഡ് ബട്ടൺ കാണാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നിയർ ബൈ ഷെയർ, വാട്സപ്പ്, ഷെയർ മീ, ബ്ലൂടൂത്ത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിയർ ബൈ ഷെയർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ നിയർ ബൈ ഷെയർ ക്ലിക്ക് ചെയ്ത പാട് നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ ടേൺ ഓൺ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ടേൺ ഓൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാണാൻ ലുക്കിംഗ് ഫോർ നിയർ ബൈ ഡിവൈസസ്. അപ്പോൾ സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഫോൺ എടുക്കുക. രണ്ടാമത്തെ ഫോണിൽ നിയർ ബൈ ഷെയർ എനാബിൾ ചെയ്യാം. അപ്പോൾ എൻ്റെത് മുകളിൽ തന്നെ നിയർ ബൈ ഷെയർ എന്ന ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സെറ്റിംഗ്സ് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് പോകാം. സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്ത് അവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഗൂഗിളിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകും. അപ്പോൾ ഇതിൽ നെറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇവിടെ ഡിവൈസ് കണക്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് നിയർ ബൈ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓഫ് ആയിട്ടുണ്ടാവുക. അത് എനാബിൾ ചെയ്യാം, ഓൺ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൂന്നാമതായിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഡാറ്റയിലേക്ക് ഉണ്ടാവുക. അത് നിങ്ങൾ വൈഫൈ ഓൺലിയോ വിത്തൗട്ട് ഇൻ്റർനെറ്റോ ആക്കിയാൽ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു നെറ്റില്ലാതെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ രണ്ടിലും ഓൾറെഡി അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അവിടെ ആ ഒരു ഫോണിൻ്റെ ഇതിന് വന്നിട്ടില്ല. കാരണം അത് അവിടെ മുകളിൽ നോട്ടിഫിക്കേഷൻ കാണാം. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഇൻ്റർഫേസ് കാണാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഓപ്ഷൻ വന്നാലേ നിങ്ങൾക്ക് ഇത് രണ്ടാമത്തെ ഫോണിൽ ആ ഒരു സെർച്ച് ചെയ്താൽ വരുത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഫോണിലെ സംഭവം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പെർമിഷൻ അവിടെ ചോദിക്കും. ഞാനിപ്പോൾ അക്സെപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സംഭവം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാണാൻ കഴിയും സ്പോട്ടിൽ തന്നെ കാര്യമായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോസ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആണെങ്കിൽ ഇതിലുള്ള ഫയൽ അതിലേക്ക് ഷെയർ ചെയ്തിട്ട് ഒന്നും കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഷെയർ ക്ലിക്ക് ചെയ്തു. അതിൽ മോർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ മുകളിലോട്ടേക്ക് സ്ക്രോൾ ചെയ്താലും ഇവിടെ നിയർ ബൈ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഫോണിൽ നിയർ ബൈ ഷെയർ ഓൾറെഡി എനാബിൾഡ് ആണ്. ഇനി ആ നോട്ടിഫിക്കേഷൻ വരലി ആ ഒരു നോട്ടിഫിക്കേഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിയർ ബൈ ഷെയറിൻ്റെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യും. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഫോണിൽ കണ്ടില്ല ആ ഒരു ഫോണിൻ്റെ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ പെർമിഷൻ ചോദിക്കും. അത് അക്സെപ്റ്റ് കൊടുക്കാം. കണ്ടില്ലേ, കയറുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ അതൊരു സ്ലോ ആകാൻ സാധ്യതയുണ്ട്. ഓരോ കണക്ഷൻ പോലെ ഇരിക്കും. അപ്പോൾ കാണാൻ കഴിയും ഇപ്പോൾ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിയർ ബൈ ഷെയറിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് മറ്റൊരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് നിങ്ങൾക്ക് നിയർ ബൈ ഷെയർ ഉപയോഗിച്ചിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉള്ളൊരു സംഭവമാണ്. പക്ഷെ ഒന്ന് എനാബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.